നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ബന്ധമുള്ള നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് നിങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്. ചിലര് തേർഡ് പാർട്ടികളോട് അവരുടെ ലീഗൽ ആയിട്ടുള്ള ബന്ധമുള്ള ആളുകളെ കുറിച്ച് ഒന്നും പറയാറില്ല. ചിലര് അവരുടെ തേർഡ് പാർട്ടിയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സ്വന്തം ഭാര്യയോ ഭർത്താവോ എന്നുവെച്ചാൽ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുക, ഒന്നൊരു കാര്യം നോക്കൂല, ഭക്ഷണം ഉണ്ടാക്കി തരില്ല, അങ്ങനെയെല്ലാം പറയും. ചിലര് നിങ്ങളെയും സ്നേഹിക്കുന്നവരായിരിക്കാം, എന്നാൽ തേർഡ് പാർട്ടി ബന്ധമുള്ളതുമായിരിക്കാം. അപ്പൊ അവര് നിങ്ങളെ കുറിച്ച് നല്ലതേ പറയുള്ളൂ. അങ്ങനെ പലതരത്തില് സ്വഭാവമുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ത് തരത്തിലുള്ള ആളാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1, 2, 3 നമ്പറാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. അപ്പൊ നിങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഭഗവാനേ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ നിങ്ങള് നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്പേഴ്സ് ഇങ്ങോട്ട് മാറ്റാം. അതെ, നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവരും അത് ഓർക്കുക. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല, എന്നാലും നോക്കാം നമുക്ക്. അപ്പോ ഓറക്കിൾ മെസ്സേജ് എന്താണ് പറയുന്നത്? ഭഗവാനെ, ഓറക്കിൾ മെസ്സേജ് എല്ലാ ഗ്രൂപ്പ് ആളുകൾക്കും വേണ്ടി കോമൺ ആയിട്ടുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോ അത് ലോങ് വീഡിയോയുടെ ഒരു കഷ്ണമാണ് ഇടുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യും ഏത് ചാനലിലാണ് ഞാൻ വീഡിയോസ് റീഡിങ്സ് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബിൽ കാണുന്നവര് ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് എന്റെ വീഡിയോ കാണാൻ വരുമ്പോ റീഡിങ്സിന്റെ വേണ്ടിയിട്ടുള്ള ലിങ്ക് ആ ഷോർട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഇതെന്താണ്, ആളെ പറ്റിക്കുകയാണോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ മുഴുവനെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. നോക്കി പറഞ്ഞു. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി ഉണ്ടോ നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡ് കൂടെ വന്നു. ഇനി കാർഡ്സ് വരുന്നില്ലെന്ന് തോന്നുന്നു. എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ പോലെ തോന്നി എന്നോട് കേട്ടോ. അപ്പോ ഒന്നാമത്തെ കാർഡ് രുദ്രാക്ഷമാണ്. എന്ന് വെച്ചാല് ഇത് ടോക്സിക് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആണ്. അതിനെ ഡീടോക്സിഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ ഒരു നീണ്ട യാത്രയിലാണ്. ഈ ബന്ധം, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു നീണ്ട യാത്രയാണ്. ചിലപ്പോൾ ഇതൊരു കാർമിക് ബന്ധമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറെ പാഠങ്ങൾ, നമ്മൾ കാർമിക് സിറ്റുവേഷനിലുള്ളവർ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കാനും അവരും നമ്മളുമായിട്ടുള്ള കടങ്ങള് വീട്ടാനും വേണ്ടിയിട്ടായിരിക്കും. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1, 2, 3 നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, അപ്പോ നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ. നമ്മളുടെ ആദ്യത്തെ ചോദ്യം, തേർഡ് പാർട്ടിയും പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണ്? നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താന്ന് ചോദിക്കുമ്പോൾ ഫൂൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഫൂൾ കാർഡ് എന്ന് പറഞ്ഞാൽ റിസ്ക്, നല്ലവണ്ണം റിസ്ക് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവര് തമ്മില്. അതുപോലെ തന്നെ ഇത് ആലോചിക്കാതെ എടുത്ത ഒരു റിലേഷൻഷിപ്പ് ആണെന്നും കാണിക്കുന്നുണ്ട്. ഫൂൾ എന്ന് പറഞ്ഞാല് ഒരു മുൻപിൻ ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരു എനർജിയാണ്. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭഗവാനെ,
അക്വേറിയസ് ഏരീസ് സോഡിയാക് സൈൻ ആണ് വരുന്നത്. ഫുൾ കാർഡ് ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 8 ഓഫ് വാൻസും പിന്നെ പേജ് ഓഫ് വാൻസും റിവേഴ്സുമാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്തുചാട്ടത്തിൽ വന്നതാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ അതിന് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. 8 ഓഫ് വാൻസ് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്മച്യൂർഡ് ആയ എനർജി, കുറച്ച് പ്ലാനിങ് ഒക്കെ ഉള്ളത്. അത് റിവേഴ്സ് വരുമ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്ത ഒരു റിലേഷൻഷിപ്പ്, ചാടി കയറിയ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നാണ് കാണിക്കുന്നത് ഇവര് രണ്ടുപേരും. അങ്ങനെയാണെങ്കിൽ പേഴ്സണ് നിങ്ങളോടുള്ള എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണ് നിങ്ങളോടുള്ള എനർജി എന്താണെന്ന് ചോദിക്കുമ്പോൾ 7 ഓഫ് സ്വേർഡ്സ് ആണ്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവിന്റെ എനർജിയാണ്. ഈ വ്യക്തി തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെ പേടിയുള്ള ഒരാളാണ്. നിങ്ങളുമായി ബന്ധത്തിൽ ഇരിക്കുമ്പോ ഈ ചെയ്യുന്നത് വിഹിതമായ കാര്യമല്ല, ഇത് തെറ്റാണെന്ന് ബോധമുള്ള ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളെ പറ്റിച്ചാണ് ഈ വ്യക്തി ഈ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധം വെക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടി ആരാണെന്ന് അറിയില്ല, എവിടെയുള്ളതെന്ന് അറിയില്ല, നിങ്ങൾക്കൊരു സംശയം മാത്രമേ ഉണ്ടാവുള്ളൂ തേർഡ് പാർട്ടിയെ കുറിച്ച്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ്. പക്ഷെ വളരെ സ്ട്രെസ് ഉണ്ട്, ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഈ വ്യക്തി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അത് ഒരു രസം അതിനായിരിക്കും ചിലപ്പോ. അതുപോലെ തന്നെ ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റും വളരെ സമർത്ഥമായിട്ട്. കാരണം വാക്കുകൾ, ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളും അതാരാണ്, നിങ്ങൾ എന്താണ് അവരായിട്ട് ബന്ധം എന്ന് ചോദിച്ചാൽ ആരാ പറഞ്ഞത്, വേറെ ആരും പറയണ വിശ്വസിക്കണ്ട, ഞാൻ പറഞ്ഞ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു തരം കുഴഞ്ഞു മറിഞ്ഞ് സംസാരിച്ച് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക. നിങ്ങൾ ഒട്ടും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക. ഇപ്പൊ ഈ വ്യക്തിയെ നിങ്ങളെ അറിയുന്നവര് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി ഒരുമിച്ച് കാണാൻ ഇടവന്നു കഴിഞ്ഞാൽ അവര് നിങ്ങളോട് വന്ന് പറയും. അപ്പൊ നിങ്ങളിത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തി പറയും, ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ല, എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആളാണ്, അവർക്ക് നമ്മളോട് അസൂയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞ് നിങ്ങളെ പാട്ടിലാക്കി എടുക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ ഈസിയാണ് പറഞ്ഞ് പറ്റിക്കാനെന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് പറയുമ്പോൾ കുറെ ഫീലിങ്സ് വരുന്നുണ്ട്. നമുക്ക് അയാൾ കുറെ ഫീലിങ്സ് അറിയണ്ട, നമുക്ക് ആകെ 2 ഫീലിങ്സ്, എന്താണ് ഫീലിങ്സ് എന്ന് അറിഞ്ഞാൽ മതി. 2 കാർഡുകൾ വന്നിട്ടുണ്ട്. 9 ഓഫ് വാൻസും ഏസ് ഓഫ് പെന്റക്കിൾസും. ഇവർ തമ്മിൽ പണത്തിന്റെ ഇടപാടുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുകയോ തേർഡ് പാർട്ടിയോട് മിണ്ടാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുമെന്ന് അവർ പേടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി പേടിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയോട് കണക്ഷൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള ധൈര്യവുമില്ല. കാരണം അവര് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അവരുടെ അടുത്ത് എന്തോ പൈസ മേടിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി. അപ്പോ വ്യക്തി വളരെ പേടിയോടുകൂടിയാണ് തേർഡ് പാർട്ടിയെ നോക്കി കാണുന്നത് കേട്ടോ. അല്ലാതെ വളരെ സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല തേർഡ് പാർട്ടി ആയിട്ട് ബന്ധം വെച്ചിരിക്കുന്നത് ഈ വ്യക്തി. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാവുമ്പോ ചിലപ്പോ നിങ്ങളെ കുറിച്ച് നുണയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല, ഒട്ടും സ്നേഹമില്ല, സഹകരണമില്ല എന്നൊക്കെ ആയിരിക്കും. നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിക്കുമ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസും ഏസ് ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് സ്നേഹമുണ്ട് വ്യക്തിക്ക് കേട്ടോ. നിങ്ങളോട് സ്നേഹമുണ്ട് വളരെ, പക്ഷെ ഒന്ന് സൂക്ഷിച്ചാണ് നിങ്ങളോട് സ്നേഹം വെക്കുന്നത്. ചിലപ്പോ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കാം, എന്തെങ്കിലും അറിഞ്ഞാൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. അതല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വളരെ പൈസ ഒട്ടും കൊടുക്കാത്ത, ഈ വ്യക്തിയുടെ ആവശ്യത്തിന് പൈസ കൊടുക്കാത്ത ഒരാളാണ് നിങ്ങളെന്നായിരിക്കാം ഈ വ്യക്തി വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ആളാണ്, നിങ്ങൾക്ക് ഇവരോട് ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷെ എന്നാലും ഇവര് ഈ ആവശ്യം, ചിലപ്പോൾ ഈ വ്യക്തിക്ക് ജോലി ഉണ്ടാവില്ല, ചിലപ്പോൾ ജോലി ഉണ്ടാവും പക്ഷെ കിട്ടുന്ന പൈസ മുതലാവുന്നുണ്ടാവില്ല, വീട്ടിലേക്ക് ഒന്നും തരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ച എല്ലാം ഒന്നുമില്ല, എപ്പോഴും നോക്കുമ്പോൾ വീട്ടിൽ ഉത്തരവാദിത്തങ്ങളാണ്, പൈസ ഇല്ല എന്നൊരിതാണ്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ പൈസ വളരെ സൂക്ഷിച്ച് വ്യക്തിക്ക് കൊടുക്കുകയുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ കുറച്ച് സ്ട്രിക്റ്റ് ആയ ഒരാളായിട്ടാണ് വ്യക്തി കാണുന്നത്. സ്നേഹമുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ വളരെ പിടിച്ചാണ് ഈ വ്യക്തിക്ക് പൈസ കൊടുക്കുന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ
എന്താണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുള്ളത്? അപ്പൊ തേർഡ് പാർട്ടിയുടെ നിന്ന് പൈസ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ് തേർഡ് പാർട്ടി എങ്കിൽ അവരെന്തായാലും ചോദിക്കും, എന്തുകൊണ്ട് അവരോട് ചോദിക്കുന്നില്ല, എന്നോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ, ഞങ്ങൾ തമ്മിൽ ഇതിനെ കുറിച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നിങ്ങളെ കുറിച്ച് തേർഡ് പാർട്ടിയോട് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് സംസാരിക്കാൻ പറ്റില്ല, വളരെ ദേഷ്യപ്പെടുന്ന ഒരു എനർജിയാണ്. അതുമല്ല ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതൊരിക്കലും അറിയാൻ ഇടവരരുത് എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അതുമല്ല ഞാൻ പൈസ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു ഇതിനെ കുറിച്ചിട്ട്. അപ്പോ പക്ഷേ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു ചോദിക്കുമ്പോ അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് വ്യക്തി അറിയാൻ ഇടവരരുത്, നിങ്ങൾ അറിയാൻ ഇടവരരുത്. അതുകൊണ്ടാണ് വ്യക്തി നിങ്ങളോട് ഇതിനെക്കുറിച്ച് തേർഡ് പാർട്ടിയെ കുറിച്ചും ഈ പൈസയെ കുറിച്ചും ഒന്നും നിങ്ങളുടെ വ്യക്തി സംസാരിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. കാരണം ഇവിടെ വ്യക്തിക്ക് ഒരു ജോലിയുണ്ട്, ആ വ്യക്തിക്ക് ഒരു സമ്പാദ്യമുണ്ട് എല്ലാ മാസവും. അതെവിടെ പോകുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, അപ്പോ അത് ചോദിക്കുന്നില്ല നിങ്ങൾ. അപ്പൊ നിങ്ങൾ അറിയാം വ്യക്തിക്ക് ഒരു വരുമാനം ഉണ്ടെന്ന്. ഇനി ആ വരുമാനം തീർന്നിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്തിനാ നിങ്ങൾക്ക് പൈസ, നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഇവിടെ ഉണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്തിനാ പൈസ എന്നൊരു ചോദ്യം വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ചെലവാക്കാൻ തരുന്ന പൈസ പോലും തരാതെയാകും അങ്ങനെ ഒരു കാര്യം ചോദിച്ചാല്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തി നിങ്ങളോട് പൈസ ചോദിക്കാതിരിക്കുന്നത് എന്നാണ് തേർഡ് പാർട്ടിയോട് പറയുന്നത്. അപ്പോ നിങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് പൈസയുടെ കാര്യത്തിൽ എന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. അതാണ് ഈ വ്യക്തി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് വരവിലധികം ചെലവുണ്ട് എന്ന കാര്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കാത്തത്, അല്ലെ? ഇപ്പൊ തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, തേർഡ് പാർട്ടിയുടെ അടുത്ത് പൈസ മേടിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ആവശ്യത്തിനുള്ള പൈസ ഈ വ്യക്തി സമ്പാദിക്കുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ വീട്ടു ചെലവിലുള്ള അല്ലെങ്കിൽ വേറെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന പൈസ മാസം നിങ്ങളോട് കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ആ എമൗണ്ട് പോരാതെ വരുന്നത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊരു ചോദ്യം ചോദിക്കും. അത് തേർഡ് പാർട്ടി ചോദിച്ചു, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല, തേർഡ് പാർട്ടി ചോദിച്ചു. അപ്പൊ അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ പൈസ കൊടുക്കില്ല. കാരണം അതുപോലെ തന്നെ ഇപ്പൊ കൊടുക്കുന്ന പൈസ നിർത്തലാക്കും, ഇങ്ങനെ ഒരു ഓവറായിട്ട് പൈസ ചെലവാക്കുന്നുണ്ടെന്ന് അറിഞ്ഞാല് എന്നാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് വ്യക്തിക്ക് പേടിയില്ല, നിങ്ങളോട് ചോദിച്ചു. അതും കൂടി കൊണ്ടിട്ടാണ് ഇതൊന്ന് പൈസ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാത്തത്, തേർഡ് പാർട്ടിയുടെ അടുത്ത് പൈസ മേടിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്ത് പൈസ മേടിക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് അടിമയാകാൻ വേണ്ടി വരും, ഇല്ലേ? ഇത് നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങള് ഈ വ്യക്തിക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്, ഈ വ്യക്തി എവിടെ പോകുന്നു, വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഒന്നും നിങ്ങൾ അന്വേഷിക്കുന്നില്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, നിങ്ങൾ തമ്മിൽ ഒരു ടീം ആയിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ വ്യക്തിയോട് ചോദിക്കില്ല. കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പോണത് പോലെ പൊക്കോട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കാത്തത്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പോകുന്നത് പോലെ പൊക്കോട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടീം വേണം, നല്ലൊരു ഗോളാണ്, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ്, നല്ലൊരു ഫ്യൂച്ചർ വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ വേണം പ്രോപ്പർ ആയിട്ട്. എന്താണ് ഏതാണെന്ന് നിങ്ങൾ അറിയണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോ നിങ്ങൾ അന്ധമായിട്ട് സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ പൈസ കൊടുത്താൽ എന്താണ്, അല്ലെങ്കിൽ പൈസ കൊടുത്തില്ലെങ്കിൽ എന്താണ്, ഈ വ്യക്തി എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തുന്നുണ്ട് കൊടുക്കുന്ന പൈസ കൊണ്ട്, അപ്പൊ ഇനി ഞാൻ ചോദിച്ച് വഷളാക്കണ്ട എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി വേറെ പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ട്. അതിനുള്ള പൈസ തേർഡ് പാർട്ടിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഹാപ്പിനെസ്, ചിലര് നമ്മള് ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്, ഞങ്ങൾ 4 പേര്. അപ്പൊ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് ഞങ്ങൾ സംസാരിക്കല്ല, അതൊക്കെ അവരുടെ ലൈഫ് അല്ലേ എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് പോലെ, ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അധികം ലാസ്റ്റ് ചെയ്യില്ല. ഈ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒന്നും ഒളിച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. എന്നെങ്കിലും നിങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇവിടെ ലിയോയും ടോറസും ഉണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ റീഡിങ്ങിന്റെ ഇത്. ഞാനൊന്ന് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കിക്കളയാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണ്?
ഇത് നോക്കാം നമുക്ക്. ഒരു 3 കാർഡ് എടുക്കാം. നിങ്ങളോട് ശരിക്കും ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഈ വ്യക്തിക്ക്. ചിലപ്പോൾ സ്നേഹമാണ്, ചിലപ്പോൾ ദേഷ്യമാണ്. മനസ്സിലായി? നിങ്ങള് കുറച്ച് കൺട്രോളിങ് ആണെന്നൊരു ചിന്തയും കൂടി ഈ വ്യക്തിക്ക് ഉണ്ടാവും. അതുപോലെ ഈ വ്യക്തിക്ക് ഭയങ്കര അൺഎംപ്ലോയിഡ് ആണ്, ജോലി ഇല്ലാത്ത ഒരാളാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് ഭയങ്കരമായ പൈസയുടെ ആവശ്യങ്ങളുണ്ട്. അപ്പോ ആരോ ഈ ഇടയ്ക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഒരു ഫ്യൂണറൽ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചായിരിക്കാം ഈ തേർഡ് പാർട്ടി ഈ വ്യക്തി കണ്ടുമുട്ടിയത്. ചിലപ്പോ പഴയ ഒരു സുഹൃത്തായിരിക്കാം ഈ തേർഡ് പാർട്ടി. എന്തായാലും നിങ്ങളുടെ വ്യക്തി പേഴ്സണൽ ടാരോ റീഡിങ്സ് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി ബന്ധത്തെ കുറിച്ച് അറിയാമോ എന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് അറിയേണ്ടത്. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി ടാരോ റീഡിങ്സ് എടുക്കുന്നത്. എന്തായാലും അൺഎംപ്ലോയിഡ് ആണ്, പൈസയുടെ വളരെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോട്. ചില സമയത്ത് സ്നേഹമാണ്, ചില സമയത്ത് ഒട്ടും കണ്ടുകൂടാ നിങ്ങളെ എന്നാണ് ടാരോ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. 2 കേട്ടോ. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നോക്കാം. അപ്പൊ നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണെന്നാണ് ആദ്യം നോക്കേണ്ടത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും ഉള്ള എനർജി നോക്കുമ്പോൾ 6 ഓഫ് പെന്റക്കിൾസ് ആണ് വരുന്നത്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഷെയറിങ്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഫാമിലിക്കും തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തി ചെലവിന് കൊടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം. 2 ഫാമിലി നോക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അപ്പോ തേർഡ് പാർട്ടിയുടെ കാര്യം ചോദിക്കുമ്പോ ഈ വ്യക്തി അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ വ്യക്തി 2 ഫാമിലിക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്. ഒരു ഫാമിലിയോട് ഈ വ്യക്തി ഒരു അവഗണന കാണിക്കുന്നുണ്ട്. കാരണം ഒരു ആൾക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട്, മറ്റേയാളുടെ ഫാമിലിക്ക് അത്രയും പൈസ കൊടുക്കുന്നില്ല. കൂടുതലും ഒരു ഫാമിലിക്കാണ് കിട്ടുന്നത്. ഏത് ഫാമിലിക്കാണ്? നിങ്ങൾക്കാണോ കിട്ടുന്നത് അതോ തേർഡ് പാർട്ടിക്കാണോ കിട്ടുന്നതെന്നാണ് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഭഗവാനെ ഓം നമഃ ശിവായ. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 9 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ എംപ്രസും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി പറയുന്നത് ഇതിൽ ഒരാള് അൺഎംപ്ലോയിഡ് ആണ്, ജോലി ഇല്ലാത്ത ഒരാളാണ്, സ്വയം പര്യാപ്തത ഇല്ലാത്ത ഒരാളാണ്, മറ്റേ ആള് സ്വയം പര്യാപ്തതയുള്ളതാണ്. അപ്പൊ ജോലിയുള്ള, ഇഷ്ടംപോലെ സമ്പാദ്യമുള്ള, സ്വത്തുവകകളുള്ള ഒരാളുണ്ട് ഇതിനകത്ത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു വെക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഒരാള് ഇതുപോലെ തന്നെ ഈക്വൽ ആണ് വ്യക്തിക്ക്. പക്ഷെ ആ പാർട്ടിക്ക്, തേർഡ് പാർട്ടി ആണോ നിങ്ങളാണോ എന്ന് എനിക്കറിയില്ല, ആ വ്യക്തിക്ക് ഈ സ്വയം പര്യാപ്തത ഇല്ല. അവർക്ക് പ്രാരാബ്ധങ്ങൾ കൂടുതലാണ്, അവർക്ക് പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പണം അവർക്കാണ് കൊടുക്കുന്നതെന്നാണ്. നല്ല ഫാമിലിയിലൊക്കെയാണ്, പക്ഷെ പണ്ട് കാലത്ത് അവർ നല്ലോണം പൈസയൊക്കെ ഉണ്ടായിരുന്നു, സ്വത്തുവകകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കൊള്ളാം. അപ്പൊ നിങ്ങളും വ്യക്തിയുമായിട്ടുള്ള എനർജി എന്താന്ന് നോക്കാം. ഇപ്പൊ ഈ തേർഡ് പാർട്ടി ഒരു കാലത്ത് വളരെ പൈസ ഉള്ള ഒരാളായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ ആ സമയത്ത് നിങ്ങൾ ഈ തേർഡ് പാർട്ടി സഹായിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ്? ഫീലിങ്സ് അല്ല, എനർജി. ഒരു ജഡ്ജ്മെന്റ്. നിങ്ങളെ ഈ വ്യക്തി വളരെയധികം ജഡ്ജ് ചെയ്യുന്നുണ്ട്. നിങ്ങള് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഖയാമത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ലോകാവസാനം എന്നൊക്കെ പറയുന്ന പരിപാടി, അത് ആ ഒരു പരിപാടിയാണ്. നിങ്ങളുടെ വ്യക്തി ജഡ്ജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ വ്യക്തി നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമാണ് വ്യക്തിയുടെ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ നന്നാക്കിയെടുക്കാൻ നോക്കുന്നു എന്നാണ് വ്യക്തി സ്വയം വിശ്വസിക്കുന്നത്. എന്തിനാണ് നിങ്ങളെ നന്നാക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ വ്യക്തി നിങ്ങളിൽ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏതു നേരം നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണിത്. ഇത് കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സും നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സും ആണ് വന്നത്. ഒട്ടും നിങ്ങളുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി.
അതുപോലെ സർപ്പമാണ്, വിഷമുള്ള ആളാണ്. ഈ വ്യക്തിയെ നിങ്ങൾ ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ ഈ വ്യക്തി പറയുന്ന തെറ്റ് മുഴുവൻ നിങ്ങളുടെ സൈഡിലാണ്, എന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, നീയാണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഒരു ആത്മബന്ധം ഈ വ്യക്തിക്ക് കുറവാണ്. കൂടുതലും തേർഡ് പാർട്ടിയുമായിട്ടാണ് ബന്ധമുള്ളത്. തേർഡ് പാർട്ടിയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. തേർഡ് പാർട്ടിക്കാണ് കൂടുതൽ സഹായം ചെയ്യുന്നത്. നിങ്ങൾക്ക് പണം തരുന്നത് വളരെ കുറവാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചെലവിനൊന്നും തരില്ല, നിങ്ങൾക്കും ചെലവിനൊന്നും തരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് സ്കോർപിയോയും ഏരീസ് ലിയോ സാജിറ്റേറിയസും ക്യാൻസർ പൈസസ് സ്കോർപിയോയുമാണ്. അപ്പോ ഈ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരും ഈ വ്യക്തി തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഇഷ്ടം പോലെ, പക്ഷെ അത് സമ്മതിക്കാനുള്ള മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആരും ഈ വ്യക്തിയുടെ ലൈഫിലുള്ള ആരും ഈ വ്യക്തിയെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഈ വ്യക്തി ചെയ്യുന്നത് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് തുറന്ന് പറയുന്നുണ്ട് വ്യക്തിയോട്. അത് വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഏസ് ഓഫ് വാൻസ്. തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഏസ് ഓഫ് വാൻസ് ആണ്. ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ പുറമേ ഉള്ള ഒരു ഫീലിംഗ് ആണത്. ആ ഒരു അട്രാക്ഷൻ ആണ്. ഇവിടെ സ്നേഹമൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല. ഇവർ തമ്മിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അതിനെ ക്ലാരിഫൈ ചെയ്ത് അന്യായമായ അഭിഹിതമാണ് തേർഡ് പാർട്ടി. ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്ത ഒരു വ്യക്തി ആയിരിക്കാം, ഡിവോഴ്സി ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഇതിനപ്പുറത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുമായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഒരു പരിധി വരെ മതി എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അതേ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ലീബ്ര, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എക്വാരിയസ് ലീബ്ര ജെമിനി ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോ നൈറ്റ് ഓഫ് വാൻസ് ആണ് ഇവിടെ മീനൻ വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോ ഇത് ഒരു പ്ലെയർ എനർജിയാണ്. ഈ പ്ലെയർ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് പരപുരുഷ ബന്ധമോ പരസ്ത്രീ ബന്ധമോ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു പ്ലെയർ ആണ്. വളരെയധികം എന്താ പറയാ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കും, നിങ്ങളുടെ ജോലി അങ്ങനത്തെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും, അങ്ങനെ പുറത്ത് കറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. വളരെയധികം അഡ്വെഞ്ചർ ഉള്ള, നിങ്ങൾക്ക് കുറെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തത്. അപ്പോ ഈ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്. അതിനെ റിവേഴ്സ് കാണിക്കുന്നത് ഹെർമിറ്റ്. നിങ്ങൾ വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്, കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. പലരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ല, പലരുമായിട്ട് ബന്ധമുണ്ടെന്നും കൂടിയാണ് ഈ വ്യക്തി പറയുന്നത്. ഹെർമിറ്റ് ഇത് വെർഗോ ആണ്. ഇത് 10 of Swords ആണ്. ഈ വ്യക്തിക്ക് പ്രൂഫ് ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. പക്ഷെ ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ട് എന്നാണ്. ഇത് തേർഡ് പാർട്ടി പറഞ്ഞുണ്ടാക്കിയ സിറ്റുവേഷൻ ആണോ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൊരു വിത്തിട്ട് കൊടുത്ത് അത് വലുതായതാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് എന്താണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോ വ്യക്തി നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കിങ് ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക്, ഒരു വെട്ട് രണ്ട് മുറി, അതാണ് ഒറ്റ വാക്കേ ഉള്ളൂ കിങ്ങിന്. അപ്പോ വളരെ ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്നാണ് വ്യക്തി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതുപോലെ തന്നെ വളരെ സ്റ്റബേൺ ആണ്. ഈ വ്യക്തി പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കില്ല, ചെവി കൊടുക്കില്ല. നിങ്ങള് വ്യക്തി പറയുന്നതൊന്നും അനുസരിക്കില്ല എന്നൊക്കെ. അത് അനുസരിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഭയങ്കര സ്നേഹത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഇവളുടെ സ്വഭാവം അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം മാറി, എങ്ങനെയാന്ന് അറിയില്ല. ഇനിയിപ്പോ ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ചിലപ്പോ അച്ഛനായിട്ടോ അല്ലെങ്കിൽ ചേട്ടനോ എന്തോ ഇതിനകത്ത് ഇടപെട്ട് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എടുത്തതാണോ, ഇവള് അല്ലെങ്കിൽ ഇവൻ ആരുടെ ധൈര്യത്തിലാണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത് എന്നെനിക്കറിയില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ വ്യക്തി പറയുന്നത് നിങ്ങൾ ഒരു തരത്തിലും വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് തേർഡ് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലീബ്ര, ജെമിനി. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? ഈ റിലേഷൻഷിപ്പില് ലോങ് ടേം ഒരു പ്ലാൻ പോസിബിൾ അല്ല എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മാരീഡ് ആണെങ്കിലും നിങ്ങൾ മാരീഡ് അല്ലെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തിയുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. ഈ റിലേഷൻഷിപ്പ് അവസാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെത്ത് കാർഡ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 7 of Pentacles റിവേഴ്സ് ആണ്. 7 of Pentacles അപ്രൈറ്റ് വന്ന ലോങ് ടേം പ്ലാൻ ആണ്. റിലേഷൻഷിപ്പ് നല്ലോണം ദീർഘകാലം നിൽക്കും എന്നാണ്. റിവേഴ്സ് വന്നു കഴിയുമ്പോൾ അതിന്റെ കൂടെ ഡെത്ത് കാർഡ് കൂടെ വന്നപ്പോ ഈ റിലേഷൻഷിപ്പ് അടുത്ത് തന്നെ അവസാനിച്ചു പോകും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കണം,
അല്ലെങ്കിൽ ഈ വ്യക്തി അവസാനിപ്പിക്കും. കാരണം ഇത് വളരെ ദുരിതപൂർണമായി ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ വരും റിലേഷൻഷിപ്പിലേക്ക്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോവുമാണ് കാണിക്കുന്നത്. നമുക്ക് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച്, നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇമോഷണലി നിങ്ങളെ കുറിച്ച് എന്താണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മാരീഡ് ആണെന്ന്, ശരി, മാരീഡ് ആണ് നിങ്ങളുമായിട്ട് എന്നുള്ള കാര്യം ഈ വ്യക്തി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തി പറഞ്ഞ ഫെഡപ്പ്, നോക്ക്, ഫെഡപ്പ് എന്നാണ്, മാരീഡ് ഫെഡപ്പ് എന്നാണ് പറയുന്നത്. കണ്ടോ, ഈ കല്യാണം എനിക്ക് മതിയായി എന്നാണ് ഈ പറയുന്നത്, പച്ചയായിട്ട് പറയുകയാണ്. കാരണം നിങ്ങൾ ഭയങ്കര കരിയറിൽ പൈസ ഇമ്പോർട്ടന്റ് ആയ ഒരാളാണെന്നാണ് പറഞ്ഞത്. പൈസയുടെ കാര്യം കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നത്. പൈസ ഉണ്ടാക്കി തരാനുള്ള ഒരാള് എന്നൊരു നിലയിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതും അങ്ങനെയാണ്. അപ്പോ നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി ഈ വ്യക്തി ഇഷ്ടംപോലെ പണിയെടുക്കുന്നുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഞാൻ പല പണികളും എടുക്കുന്നുണ്ട്, പാർട്ട് ടൈം ജോലികൾ എടുക്കുന്നുണ്ട്, പൈസ ഒന്നും തികയുന്നില്ല എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാർഡ് നമ്പർ എടുത്തവരുടെ റീഡിംഗ്. അല്ലേ? ഓൾറൈറ്റ്, അപ്പൊ നമ്മള് ഈ മൂന്നാമത്തെ കാർഡ് എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ്, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇത് മൂന്നാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക്, നമ്പറിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ്? നമുക്ക് ഒരു കാർഡ് മതി. രണ്ട് കാർഡ് വേണം, ശരി, രണ്ട് കാർഡ് ഇല്ല, ഇത് ഷഫ്ലിംഗ് ശരിയായിട്ടില്ല, സോട്ടോ. നേരത്തെ രണ്ടാമത്തെ റീഡിങ്ങിൽ കണ്ട കാർഡുകൾ, ഒരു കാർഡ്, രണ്ട്, ശരി. ഇവിടെ ഫൂൾ കാർഡും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി നോക്കുമ്പോൾ ഫൂൾ കാർഡും 10 of Swords ആണ് വന്നിരിക്കുന്നത്. 10 of Swords എന്ന് പറഞ്ഞാൽ ഇവിടെ ചതിയും വഞ്ചനയും ഒക്കെ നടന്നു. ഈ റിലേഷൻഷിപ്പ് ഇവരെ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവര് തമ്മിൽ ഓൾമോസ്റ്റ് ഓവർ ആണ്, റിലേഷൻഷിപ്പ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി, കാരണം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ വെക്കുന്ന ഒരാള് വേറെ പലരുമായിട്ട് ബന്ധമുണ്ടാവും. അതാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ വേറൊരു വ്യക്തിയുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ അവരുമായിട്ട് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ അവരെ ചതിക്കുന്ന പോലെ നമ്മളെയും നാളെ അവരെ ചതിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ ഫുൾ കാർഡ് ക്ലാരിഫൈ ചെയ്യുന്നത് ടെമ്പറൻസ് റിവേഴ്സും സ്ട്രെങ്ത് റിവേഴ്സുമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ എന്താ പറയാ മനസ്സിലായില്ല, ശരിക്കും ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ചെന്ന് കയറിയത്. പിന്നീട് തേർഡ് പാർട്ടിയെ മനസ്സിലാക്കിയപ്പോൾ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ലിയോ, സാജിറ്റേറിയസ്, പിന്നെ 10 of Swordsനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 of Pentaclesഉം അതുപോലെ തന്നെ 9 of Cupsഉം അത് അപ്രൈറ്റ് ആണ്. 7 of Pentacles, 9 of Cupsഉം 5 of Swordsഉം റിവേഴ്സ് ആണ് വരുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പൊ തേർഡ് പാർട്ടിയെ കണ്ടുകൂടാ. നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്ക് തമ്മിൽ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് തേർഡ് പാർട്ടി കണക്ഷൻ എപ്പോഴും ഫെയിൽ ആവുന്ന എപ്പോഴാന്ന് വെച്ചാല്, ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾ തേർഡ് പാർട്ടിയെ കണ്ടെത്തുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അയാൾക്ക് ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ് തേർഡ് പാർട്ടിയെ കണ്ടെത്തുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയും അയാളുടെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ ഗേൾഫ്രണ്ടിനെയോ ബോയ്ഫ്രണ്ടിനെയോ പോലെ പെരുമാറാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഇയാൾ അവിടെ നിന്നിട്ട് എന്താ കാര്യം? അപ്പൊ അയാൾ തേർഡ് പാർട്ടി ഉപേക്ഷിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അതുകൊണ്ട് തന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹാപ്പിനെസ് ഇല്ല. അതുകൊണ്ട് ഇവര് റിലേഷൻഷിപ്പ് വേണ്ട, ഇനി മുമ്പോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് രണ്ടുപേരും റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളോടുള്ള ഇനി മുമ്പോട്ട് നോക്കേണ്ട കാര്യമില്ല, എന്നാലും നോക്കിയേക്കാം. നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണ് ഭഗവാനെ? നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഏസ് ഓഫ് വാൻസ് ആണ്. വളരെ പാഷനറ്റ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട്, വളരെയധികം പാഷനറ്റ് ആണ്. രണ്ടാമത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഈ വ്യക്തി. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ചാണ് നിങ്ങളും വ്യക്തിയെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങും വ്യക്തി ഇനി.
അപ്പോ കാരണം കൂടുതൽ അടുക്കാൻ നോക്കുകയാണ് നിങ്ങളോട്. ഇവിടെ ഒരു 6 ഓഫ് wandsഉം 10 ഓഫ് കപ്സും. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്ന ഈ വ്യക്തി എവിടെ പോയാലും ആരുടെ കൂടെ പോയാലും നിങ്ങൾ എന്തായാലും വ്യക്തിയെ സ്വീകരിക്കും. ആ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് തേർഡ് പാർട്ടി കണക്ഷൻസ് നിങ്ങളുടെ വ്യക്തി വെക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് വളരെ ഹാപ്പിയാണ് എന്നാണ് വിചാരിച്ച് വെക്കുന്നത്. ഞാൻ എവിടെ പോയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ രണ്ട് കൈയും നീട്ടി ഈ വ്യക്തിയെ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കുമെന്ന് വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ മക്കൾ ഉണ്ടാവും, അവരുടെ ചെലവെല്ലാം ചിലപ്പോൾ അവര് ഇടപെട്ടിട്ടുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെ പ്രശ്നം. അപ്പൊ തേർഡ് പാർട്ടിയുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങളുടെ വ്യക്തി. അപ്പൊ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെക്കാളും പ്രായം കൂടിയ ആളായിരിക്കും, മക്കളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അവരുടെ മക്കളുടെ ഫ്യൂച്ചറില് മക്കളുടെ പഠിത്തത്തിന് പൈസ വേണം, അവർക്ക് ഫുഡ് വാങ്ങിക്കാൻ പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കുറെ പണം പിടുങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് അത് ഇഷ്ടമായില്ല. ഓക്കെ, അപ്പൊ അതിന് ക്ലാരിഫൈ ചെയ്യുന്നത് 4 ഓഫ് സ്വേർഡ്സും 7 ഓഫ് കപ്സുമാണ്. 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണ്. ഞാൻ എന്തിനാണ് വല്ല ആളുടെയും മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് എന്നൊരു ചിന്ത. അപ്പൊ അതോടുകൂടി തന്നെ നിങ്ങളുടെ വ്യക്തി മതി, എനിക്ക് ഇനി സമയമില്ല, ഞാൻ വീട്ടിലെ കാര്യം തന്നെ നോക്കുന്നില്ല, പിന്നെ നാട്ടുകാരുടെ പിള്ളേരുടെ കാര്യം നോക്കാൻ പോകുന്നത് എന്ന ഒരു ഒരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഈ വ്യക്തി റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത് തേർഡ് പാർട്ടിയോട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളോടുള്ള ശരിക്കും ഫീലിങ്സ്? 4 ഓഫ് wands. നിങ്ങളെയാണ് വ്യക്തി വിവാഹം കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുമായിട്ട് വിവാഹം കഴിച്ച് സെറ്റിൽ ആവാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ പോലെ സൽസ്വഭാവിയായ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്ത് തെറ്റ് ചെയ്താലും ഈ വ്യക്തി തിരിച്ചു വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയുന്നില്ല. അപ്പൊ അത് ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 4 ഓഫ് wands മാരേജിന്റെ കാർഡാണ്. അതുപോലെ മജീഷ്യനും ഉണ്ട്. അപ്പൊ ജീവിതകാലം മുഴുവൻ നിങ്ങളെ പറ്റിക്കും ഈ വ്യക്തി, അതിൽ ഒരു സംശയം വേണ്ട. കാരണം എന്തൊക്കെ ഈ വ്യക്തി സ്വഭാവം മാറ്റില്ല. ഈ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ തന്നെയായിരിക്കും. നിങ്ങളെ വിവാഹം കഴിക്കണം എന്തിനാന്ന് വെച്ചാല് നിങ്ങളുമായിട്ട് ആ ഒരു ഫ്രീഡം ഉണ്ട്. എവിടെ പോയാലും എന്ത് ചെയ്താലും ചോദിക്കുകയും പറയുന്നില്ല, നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചോളൂ. പേജ് ഓഫ് പെന്റക്കിൾസ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ വരാന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് മക്കൾ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ട്. വേറൊരു നെഗറ്റീവ് സൈഡ് ഇവിടെ വരുന്നത്, നിങ്ങൾക്ക് ഇത്തിരി 10-20 വയസ്സ് അല്ലെങ്കിൽ 15-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു മകളുണ്ടോ? അപ്പോ അവിടെ ഈ വ്യക്തിക്ക് ഒരു നോട്ടമുണ്ടോ എന്ന് പറയുന്നത്. ഇതൊരു പുരുഷനാണെങ്കിലേ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു നോട്ടമുണ്ട് നിങ്ങളുടെ മകളെ. അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം കള്ളത്തനമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്കുള്ള ബെനിഫിറ്റ്സ് ഇതാണ്. നിങ്ങളുടെ മകളെ നോട്ടമുണ്ട് വ്യക്തിക്ക്, സൂക്ഷിക്കുക. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഭഗവാനെ, ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാര് ഒരാളെ വിവാഹം കഴിക്കുമ്പോ അയാൾ എങ്ങനെയുള്ളതാണ് എല്ലാം നമ്മൾ നല്ലോണം അന്വേഷിക്കണം. കാരണം നമ്മളുടെ മക്കളുടെ ഭാവി നമ്മൾ കാരണം അവതാളത്തിലാകരുത്. എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റീഡിങ് കണ്ടപ്പോ ഒരു മനസ്സിനൊരു ടെൻഷൻ. ഓൾറൈറ്റ്, അപ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് 7 ഓഫ് കപ്സും 5 ഓഫ് കപ്സുമാണ്. എന്ന് വെച്ചാല് ഇവിടെ കൺഫ്യൂഷൻ, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് വരും. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എന്റെ കയ്യിൽ നിന്ന് പോയാല് ഇനി ഒരിക്കലും എനിക്ക് വേറൊരെണ്ണം ഒത്തുവരില്ല എന്ന ടെൻഷനിലാണ് ഈ വ്യക്തിയെ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ അങ്ങനെ പേടിക്കണ്ട. നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാൾ വന്നു ചേരും. പക്ഷെ ഒന്നിനും കൊള്ളാത്ത ഒരാളെ വേറെ ആരും കിട്ടില്ല എന്ന് വിചാരിച്ച് സ്വീകരിക്കരുത്. അത് പിന്നീട് വളരെ തലവേദനയായിട്ട് മാറും. ഇത് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോ എന്താണ് നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് ഇമോഷണലി നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഇത് മറക്കുന്ന ആളല്ല കേട്ടോ. ഇവിടെ ഒരു 3 കാർഡ് നേരത്തെ റീഡിങ്ങിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല്
അത് ഷഫ്ലിങ്, ഈ കാർഡ് ഷഫിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരേപോലത്തെ കാർഡ് വന്നാൽ ഞാൻ എടുക്കില്ല. കാരണം അത് നേരത്തെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ചിലപ്പോ അത് ഷഫ്ലിങ് ശരിയാവാത്തത് കൊണ്ടാണ് അത് വരുന്നത് എന്നൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ പുതിയ കാർഡ്സ് എടുക്കുകയാണ്. ഐ ലവ് യു എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളോട് കേട്ടോ. ലവ് മെസ്സേജ്, ഈ വ്യക്തി നിങ്ങൾക്ക് ലവ് മെസ്സേജ് ഒക്കെ അയക്കാൻ, നിങ്ങളുമായിട്ട് വളരെയധികം മെമ്മറീസ് ഉള്ള ഒരാളാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്, ചെറുപ്പത്തിൽ നിങ്ങളുടെ ഒപ്പം പഠിക്കുക എന്തെങ്കിലും ചെയ്ത ആളാണ്. പിന്നീട് നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിനൊക്കെ പോയി അത് കഴിഞ്ഞ് തിരിച്ച് തുടങ്ങിയ റിലേഷൻഷിപ്പ് ആണോ എനിക്കറിയില്ല. എന്തായാലും ഈ വ്യക്തി നിങ്ങളോട് ഐ ലവ് യു പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ലവ് മെസ്സേജസ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് പഴയ കുറെ കണക്കുകൾ നിങ്ങളോട് തീർക്കാനുണ്ട്. ഈ വ്യക്തി നിങ്ങള് ചീറ്റ് ചെയ്താണോ, നിങ്ങൾ ഈ വിവാഹം അടുത്തപ്പോ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയ ആള് വല്ലതുമാണ്. അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുള്ള പകവീട്ടലും കൂടി ആയിരിക്കാം. ഈ വ്യക്തി ഇപ്പോ എന്താണ് കാണിക്കുന്നത് നോക്കണ്ട, നിങ്ങൾ ശരിക്കും ഒന്ന് ഈ വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് 3 റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.